ബാക്കിയുള്ളവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവര് ചെയ്യുന്നു അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ കറന്റ് എന്താണോ ചെയ്യുന്നത് അതിൽ ഞാൻ ഹാപ്പി ആണെങ്കിൽ ഞാൻ അത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇത്രയും നല്ലൊരു സംഭവം കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു ഭാഗ്യാട്ടോ. ഞാൻ എന്താ പറയാ, എനിക്ക് കൂടുതൽ പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. നമ്മൾ ഈ നാടകം ഉടൻ തുടങ്ങുന്ന 3ാമത്തെ ബെൽ, 2ാമത്തെ ബെല്ലിൽ കുറച്ച് ടെൻഷൻ അടുപ്പിക്കട്ടെ. കാരണം ഞങ്ങള് കുറെ നാളായിട്ട് ഇവിടെ ഇരുന്ന് ദേ വരാൻ പോണു, ദേ വരണു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. കെന്നയും ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതൊക്കെ എപ്പോഴാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഇതിന് ഉത്തരവാദി ആരാണ്? കല്യാണത്തിന് മുന്നേ ചോദിച്ചിട്ടില്ല. പാപ്പന്റെ ഐഡിയ തന്നെയാണ് പറയണ സംഭവം തന്നെ. അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ കൂടുതൽ മിണ്ടാതിരുന്നാ മതി. ഷാൽവിൻ കറക്റ്റ് ആയിട്ട് കൊണ്ട് അങ്ങ് പ്ലേസ് ചെയ്തോളും. അത്ര ബ്രില്യന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേരിട്ടാലോ എന്ന് പറഞ്ഞ് കെന്നയുടെ സൈഡിൽ നിന്ന് ഒരു പേര് ഒന്നും അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല, ഒരു പേര് ഇതുവരെ വന്നിട്ടില്ലേ? ഇല്ല. കെന്ന ഷോ കാണുന്ന പ്രേക്ഷകർക്കും ഒരു സ്പെഷ്യൽ സമ്മാനം, ഒരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടു. അതൊക്കെ എന്താ സംഭവങ്ങൾ? ഇതെല്ലാം ഞാൻ ചോദിച്ചു പറയണല്ലോ. അതൊക്കെ സർപ്രൈസ് ആണ്. അതൊക്കെ ഷോ കാണുമ്പോഴാണ് അറിയാൻ പറ്റും. ഇപ്പൊ പല ഇന്റർവ്യൂ ഷോയിലും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓഡിയൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ പലപ്പോഴും എത്താറില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് എലമെന്റ് എന്റെ ഷോയ്ക്ക് വേണം എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണ് ഓഡിയൻസ് കണക്ട് വിത്ത് ഓഡിയൻസ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ്. എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, കുറെ കാര്യങ്ങൾ അധികം നമുക്കും ചോദിച്ചറിയാൻ പറ്റും, കുറെ അധികം അവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കൊണ്ടുപോകുന്ന ആ ഒരു പാറ്റേണിൽ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടി ഷോയാണ് അപ്പോൾ കെന്ന അങ്ങനെ കുറെ നാളത്തെ ദ കെന്ന ഷോ വരണു എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ എല്ലാ ആങ്കേഴ്സും എത്രയോ പ്രൊമോഷൻ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ കെന്ന ഷോ ഇന്നിപ്പോ ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. കെന്നയുടെ മുഖം അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ദേ അവിടെ അങ്ങനെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ. അപ്പൊ കെന്ന ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ എക്സൈറ്റഡും ത്രിൽഡും ആയിരിക്കും ഇന്ന് ഈ സീറ്റിൽ ഇരിക്കുമ്പോ അല്ലേ? എല്ലാ ഇമോഷൻസും ഉണ്ട്. ഹാപ്പി ഉണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം ഇത്രയും നിങ്ങൾ എല്ലാവരും ഭയങ്കര ആത്മാർത്ഥതയോടെ പ്രൊമോട്ട് ചെയ്ത ഒരു ഷോയാണ്. അപ്പം അതിന്റെ ഒരു ബർഡൻ ഇങ്ങനെ ഇരിക്കണം, നല്ലോണം ചെയ്യണല്ലോ. ആൾക്കാരും പലരും പല രീതിയിലായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. നന്നായി ചെയ്തില്ല ഞാൻ ഉൾപ്പെടെ എല്ലാരും കാണുന്നതാണ്. ലാസ്റ്റ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാ നിങ്ങൾ എല്ലാരും പ്രൊമോട്ട് ചെയ്തിട്ട് അപ്പം എനിക്ക് ആ ഒരു തോട്ട് ഇപ്പൊ മനസ്സിലുണ്ട്. അപ്പം എന്റെ മാക്സിമം ഞാൻ കൊടുക്കും. ശരി, നമ്മളിപ്പോ കുറെ നാളായിട്ട് ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്ര അധികം പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, ഈ കെന്ന ഷോ എന്താ സംഭവം? ഞാനൊക്കെ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചോദിക്കുമ്പോഴും അപ്പോസും ഇവരാരും വിട്ടു പറയില്ല. അല്ല ചേച്ചി, ഇന്നലെയും കൂടെ ഞാൻ ചോദിച്ചു പറഞ്ഞു ഫുൾ ഫൈനൽ ആയിട്ടില്ല, അത്ര സീക്രട്ടീവ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഷോ ടേക്ക് ഓഫ് ചെയ്യാണ്. കെന്ന റെഡി ആയിട്ട് വന്ന് നിൽക്കാണ്. ഇനിയെങ്കിലും പറയൂ, എന്താണ് ദ കെന്ന ഷോ? ഇത് വലിയ സംഭവം ഒന്നുമല്ല, ഒരു കൊച്ചു ഇന്റർവ്യൂ ഷോ ആണ്. പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് അവർക്ക് മനസ്സ് വന്ന് എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, കുറെ കാര്യങ്ങൾ അധികം നമുക്കും ചോദിച്ചറിയാൻ പറ്റും, കുറെ അധികം അവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കൊണ്ടുപോകുന്ന ആ ഒരു പാറ്റേണിൽ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടി ഷോയാണ്. ഈ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ അല്ലെ, എന്റെ മുന്നിൽ ഇരിക്കാൻ പോകുന്ന ഗസ്റ്റുകൾ എന്ന് വെച്ചാൽ എവിടെയും കാണാത്ത അല്ലെങ്കിൽ ഇന്നേ വരെ ഫേസ് വരാത്ത ഗസ്റ്റുകളൊന്നും അല്ല. ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുള്ള ഒരുപാട് ചാനൽസിൽ കണ്ട ഫേസുകളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അവിടെ ഒന്നും പറയാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കഥകൾ പറയിപ്പിക്കാനും ഞാൻ ശ്രമിക്കാം. അപ്പൊ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു കാര്യമാണ്, ഷാജിപ്പാപ്പന്റെ സ്വന്തം ആളാണ് കെന്ന എന്ന് പറയുന്നത്. ഷാജിപ്പാപ്പന്റെ ഭാര്യയാണ്. അപ്പൊ ഇത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേ ഇപ്പം അറിയാലോ, ഷാൽവിൻ ഇങ്ങനെ ഒരു ചാനലുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ അറിയുമ്പം നിങ്ങൾ തമ്മിൽ റിലേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേ തന്നെ നിങ്ങൾ അന്നേരമേ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാനും നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈ ഒരു ചാനലിൽ ഒരു ഷോ ചെയ്യുമെന്ന് അന്നേ നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നോ? അതോ കല്യാണത്തിന് ശേഷമുള്ള എപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം, കെന്നയും ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതൊക്കെ എപ്പോഴാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഇതിന് ഉത്തരവാദി ആരാണ്? കല്യാണത്തിന് മുന്നേ ചോദിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞു
ഞാൻ ആളെ പാപ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പാപ്പന് എന്നോട് ഇങ്ങോട്ടേക്ക് ചോദിക്കാന്നല്ലാതെ എനിക്ക് കേറണം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. ശരിക്കും കെന ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ? കാരണം അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങള് സംസാരിക്കുന്ന പീരീഡിലാണെങ്കിലും ഷാൽബിൻ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേറൊരു ചാനലിൽ എങ്ങനെയാ അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, വേറെ ചാനലിൽ വിളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഒബ്വിയസ്ലി സീക്രസി പോകുന്ന അർത്ഥത്തില്. അപ്പം ഇതൊരു ഓപ്ഷൻ ഉണ്ട് എന്നറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ചോദിക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ശരിക്കും അന്ന് റിസപ്ഷൻ ഒക്കെ ഭയങ്കര വൈറലായ ഒരു സംഭവമാണ്. സുരേഷ് ചേട്ടൻ വന്നു, റിസപ്ഷൻ കാര്യങ്ങളും. അന്നും ഞാൻ ചോദിച്ചിരുന്നപ്പോഴും കെന്ന ഒന്നും പ്ലാൻഡ് അല്ല എന്നാണ് പറഞ്ഞത്. ഇതിനെ കുറിച്ചൊന്നും കെന്നയ്ക്കും വലിയൊരു ഐഡിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇങ്ങനെ ഡിസ്കഷനിൽ അധികം വരാറില്ല. അപ്പൊ ഇതിന്റെ ഉത്തരവാദി അപ്പൂസിന്റെ തലയിലാണ് പ്ലാനിങ്ങിൽ മൊത്തം ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ എല്ലാ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ അങ്ങനെ എനിക്ക് ആദ്യമേ ടെൻഷൻ എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്പൊ ഇതിന് ഉത്തരവാദി ഷാൽബിനുമല്ല കെന്നയുമല്ല, അപ്പൂസിന്റെ തലയിലേക്ക് വെച്ച് പിടിക്കണം. അപ്പൂസിന്റെ ഒരു ഇതായിരുന്നു എന്ന് പറയാം. വരുന്നവരും പോകുന്നവരൊക്കെ എല്ലാം കുറയ്ക്കണ്ട. അല്ല, എന്നാലും ഷാൽബിനാണോ എടി നീ എന്നൊരു ഷോ ചെയ്യേ, പാപ്പ ഞാനൊരു ഷോ ചെയ്യട്ടെ, ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ആണല്ലേ? അപ്പൊ പാപ്പന്റെ ഐഡിയ ആണ്, അതെ. എല്ലാം അതെ, പേരാണെങ്കിലും അതെ, എല്ലാം ആണെങ്കിലും പാപ്പന്റെ ഐഡിയ ആണ്. ഞാനൊന്നും അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. അതിന് മുന്നേ ആൾക്ക്, കാരണം പാപ്പന്റെ ഐഡിയ തന്നെയാണ് പറയണ സംഭവം തന്നെ. അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ കൂടുതൽ മിണ്ടാതിരുന്നാ മതി. ഷാൽബിൻ കറക്റ്റ് ആയിട്ട് കൊണ്ട് അങ്ങ് പ്ലേസ് ചെയ്തോളും. അത്ര ബ്രില്യന്റ് ആണല്ലോ. ഒരു ഇതിൽ എത്തിച്ചേരും, പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്യുക എന്ന്. ഇപ്പൊ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇപ്പൊ കുറച്ച് നാളായിട്ട് തുടങ്ങി. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. പക്ഷെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അതിലും കൂടുതൽ നാളുകളായി. കെന്ന വേറെ ചാനലിലും കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്, ഓരോ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും മൈൽ സ്റ്റോൺ അന്നേരത്തേക്കും ഷാജിപ്പാപ്പൻ അന്നേരത്തേക്കും ടോക്ക് ഓഫ് ദ ടൗൺ ആയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്, ഒരു ഡിജിറ്റൽ ചാനൽ തന്നെയാണ്. അപ്പൊ വേറെ പുറത്തെ ചാനലിൽ നിന്ന് കെന്ന വർക്ക് ചെയ്യുന്നിരുന്ന സമയത്തെ ഇങ്ങനെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഷോസ് വരുന്നു, അവരുടെ വീഡിയോസ് എല്ലാം വൈറലാവുന്നു, ഭയങ്കര വ്യൂവർഷിപ്പ് കൂടുന്നു. അപ്പൊ പുറമേ ഒരു സാധാരണ ഒരു പബ്ലിക് ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ നോക്കിയപ്പം എന്തെങ്കിലും എനിക്കും ഈ മൈൽ സ്റ്റോണിൽ ഒന്ന് ചെയ്യണം എന്നോ, അല്ലെങ്കിൽ ഞാൻ മൈൽ സ്റ്റോണിൽ എനിക്കൊരു ചാൻസ് കിട്ടിയ അങ്ങനത്തെ ഒരു ആഗ്രഹമോ താല്പര്യമോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ? സത്യം പറഞ്ഞിട്ടോ ഇല്ലേ? എണീപ്പിച്ച് വിടണം ഇവിടെ മൈൽ സ്റ്റോണിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടാണ് ഷോ പറഞ്ഞിട്ട് ഇവിടെ സംഭവം ബഹളമാണ്. ഞാൻ അങ്ങനെ കൂടുതൽ ചിന്തിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ഫ്ലോയിൽ പോകുന്ന ആളാണ്. ഇനിയിപ്പോ ബാക്കിയുള്ളവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവര് ചെയ്യുന്നു അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ കറന്റ് എന്താണോ ചെയ്യുന്നത് അതിൽ ഞാൻ ഹാപ്പി ആണെങ്കിൽ ഞാൻ അത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ബാക്കി വേറെ എന്ത് നടന്നാലും ഞാൻ അങ്ങനെ അങ്ങനെ മനസ്സിലിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇനിഷ്യേറ്റീവ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാണാറില്ല അധികമൊന്നും. സ്വപ്നം കാണും. അപ്പൊ സ്വപ്നത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ ചാനലിന്റെ ഭാഗമായിട്ട് ഞാൻ വന്നിരുന്നെങ്കിൽ കണ്ടോ എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതും ഇത്രയും നല്ല ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു, ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു വെൽക്കമിങ് ആയിക്കോട്ടെ, ഇത്രയും നല്ലൊരു സെറ്റ് ആയിക്കോട്ടെ. അപ്പോ ഇങ്ങനെ നല്ലൊരു പേര് തന്നെ നോക്ക്, എത്ര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു നെയിമാണ് കെന്ന ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു സംഭവം ചെയ്യുക. ഇതൊക്കെ യൂഷ്വലി സാറ്റലൈറ്റിലാണ് ഇത്രയേറെ കളർഫുൾ ആക്കിയിട്ടും ഇത്രയേറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഇത്ര ഭംഗിയായിട്ടൊക്കെ അത് പോർട്രേ ചെയ്തൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇത്രയും നല്ലൊരു സംഭവം കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു ഭാഗ്യാട്ടോ. ഞാൻ എന്താ പറയാ, എനിക്ക് കൂടുതൽ പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. ഒരുപാട് പ്രതീക്ഷിക്കുന്നതിലും കുറച്ച് പ്രതീക്ഷിക്കുമ്പോ കുറെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണല്ലോ. ഞാൻ അങ്ങനെ അധികം അങ്ങ് ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പാപ്പന്റെ ഭാഗത്ത് അപ്പൊ ഈ കെന്ന ഷോ എന്നുള്ള പേരും വന്നത് ഷാൽബിൻ തന്നെ ഇട്ടതല്ലേ ഈ ഒരു പേര് കെന്ന ഷോ? കെന്നയ്ക്ക് ഇപ്പം ഷാൽബിന്റെ ഐഡിയ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമും ഈ ഒരു പേരും കാര്യങ്ങളും എല്ലാം. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇരിക്കുന്ന സമയത്ത് പല പല പേരുകളിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കെന്ന പാപ്പ നമുക്ക് ഇങ്ങനെ ഒരു പേരിട്ടാലോ എന്ന് പറഞ്ഞ് കെന്നയുടെ സൈഡിൽ നിന്ന് ഒരു പേര് ഒന്നും അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല.
ഒരു പേരും ഇതുവരെ വന്നിട്ടില്ലേ? ഇല്ലല്ലോ. ഇല്ല ഇല്ലത്രേ. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ആങ്കർ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടിട്ടില്ല. ഒരുപാട് പേരുകൾ പറയാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ഐഡിയ വന്നിട്ടില്ല. അപ്പൊ നല്ലൊരു എന്താ പറയാ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പനിഷ്മെന്റ് ഇനി ഉണ്ടാവും കേട്ടോ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റാങ്കിങ് പറഞ്ഞില്ലേ. ഇനി കെന അതൊക്കെ പോട്ടെ, അതൊക്കെ വെറും തമാശക്ക് പറയുന്ന കാര്യങ്ങൾ തന്നെ. കെന ഒരുപാട് എന്താ വേറെ ചാനലിലായിട്ട് ഇവന്റ്സ് ആയിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസും അങ്ങനത്തെ കുറെ അനുഭവങ്ങളും എല്ലാം ഗെയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ തന്നെ എത്രയോ പേരുടെ ഇന്റർവ്യൂസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് വന്നിരിക്കുമ്പോൾ, ഇങ്ങനെ ഒരു മൈൽ സ്റ്റോണിൽ വന്നിരിക്കുമ്പോൾ ആ ചെയ്തു പോയ ആൾക്കാരെ, അപ്പം നമ്മൾ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരുമായിട്ട് നമുക്കൊരു വൈബും നമുക്കൊരു പരിചയവും ഒക്കെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവണം. അപ്പൊ കെന്നയുടെ മനസ്സിൽ ഇപ്പോഴത്തെ പ്ലാൻ അവരെ തന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിരുത്തി അവരുടെ തന്നെ ഒരു ഇത് ചെയ്യാനാണോ, അതോ പുതിയതായിട്ട് തന്നെ ഇതുവരെ ചെയ്തിട്ടേ ഇല്ലാത്ത ആൾക്കാരെ വെച്ച് ചെയ്യണം, എങ്ങനെ അങ്ങനത്തെ ഒരു പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പൊ പുതിയതായിട്ട് ആളെ തന്നെ നോക്കിയത് നമുക്ക് ചിലപ്പം എങ്ങനെയാണ് അവൈലബിലിറ്റി എന്ന് അറിയത്തില്ലല്ലോ. ഇപ്പൊ അവർ ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണോ അല്ലെ, നമുക്കൊരു ഭാഷയില്ലല്ലോ. അപ്പൊ ചെയ്ത ആൾക്കാരായാലും ഇപ്പൊ ഒരു ഷോ ആയിട്ട് വരുമ്പം വേറെ അവര് അന്ന് പറയാത്ത കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഷോയിലൂടെ കിട്ടിയേക്കാം. അങ്ങനെ പുതിയ ആൾക്കാർ, ഞാൻ ചെയ്യാത്ത ആൾക്കാർ അങ്ങനെയില്ല, നിർബന്ധമില്ല. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇപ്പൊ ഞാൻ എടുത്തതായാലും കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാരെയും കിട്ടിയെന്നും വരില്ല. അപ്പൊ അവര് പറയാത്ത കാര്യങ്ങൾ ചിലപ്പം ഒന്നും കൂടെ പറയുന്നിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളു, ആരായാലും കുഴപ്പമൊന്നുമില്ല. വേറൊന്നും എനിക്ക് മനസ്സിലായത്, ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഷോയിൽ ഓഡിയൻസിനെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഷോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അതെന്താണെന്ന് ഇനിയിപ്പോ എനിക്കത് റിവീൽ ചെയ്യാലോ. എങ്ങനെയാണ് ഇതിനകത്ത് ഓഡിയൻസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ? ഇപ്പൊ പല ഇന്റർവ്യൂ ഷോയിലും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓഡിയൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ പലപ്പോഴും എത്താറില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് എലമെന്റ് എന്റെ ഷോയ്ക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഓഡിയൻസ് കണക്ട് വിത്ത് ഓഡിയൻസ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ്. അപ്പം ഒരു ക്ലിപ്പ് ബൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മുടെ ഗസ്റ്റിനോട് ചോദിക്കുക. അപ്പം ആ ഒരു സെഗ്മെന്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിങ് എന്ന് പറയുന്നത്, നമ്മുടെ ആരുടെയും ഷോയിലില്ല, ഞങ്ങളുടെ ഷോയ്ക്ക് എത്ര ആൾക്കാർ കണ്ടാലും കെന്ന ഷോ കാണുന്ന പ്രേക്ഷകർക്കും ഒരു സ്പെഷ്യൽ സമ്മാനം, ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടു. അതൊക്കെ എന്താ സംഭവങ്ങൾ? ഇതെല്ലാം ഞാൻ ചോദിച്ചു പറയണല്ലോ. അതൊക്കെ സർപ്രൈസ് ആണ്, അതൊക്കെ ഷോ കാണുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ വരുന്ന ഷോ കാണും, കാണുക. ഇനി ഞാൻ ഒന്നും പറയില്ല കേട്ടോ, എല്ലാം സീക്രട്ട് ആണ്. ഗിഫ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സംഭവം ഭാര്യ ഭർത്താവും കൂടെ ഇങ്ങനെ രഹസ്യമായിട്ട് കുറെ പ്ലാൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞോ? പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളിത്, സെക്കൻഡ് ഇത്, തേർഡ് ഇത്, അങ്ങനെ ഏകദേശം ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യാൻ പോണേന്ന്? ഇല്ല, പറയാൻ പറ്റൂല. ഇത്ര അധികം ഇവര് പ്ലാൻ ചെയ്ത കാര്യം എല്ലാം സത്യാട്ടോ, ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല. ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ വേറെന്നുണ്ട്, ഇപ്പൊ കെന്ന ഷോ ആയിട്ട് ഇന്ന് തുടങ്ങാൻ പോവല്ലേ. അപ്പൊ കെന്ന ഇപ്പൊ മത്സരിക്കാൻ പോകുന്നത് വേറെ ഏതൊക്കെ ചാനലുകളായിട്ടാണെന്നറിയോ? വേറെ ഒരു ചാനലും ആയിട്ടല്ല, ഈ ഇൻഹൗസ് പ്രൊഡക്ഷൻസിൽ തന്നെ വരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഷോയോട് കൂടിയാണ് കെന്ന മത്സരിക്കാൻ പോണത്. അതായത് നമ്മുടെ മൈൽ സ്റ്റോണിലാണല്ലോ ഇന്നിപ്പോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ ഏറ്റവും നമ്പർ 1 ചാനലാണ് നമ്മുടെ മൈൽ സ്റ്റോൺ അല്ലെ. അപ്പൊ മൈൽ സ്റ്റോണിന് തന്നെ ഇതിനകത്ത് തന്നെ ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഷോ ആയിക്കോട്ടെ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ, അങ്ങനെ പറയായിക്കോട്ടെ, ഹോട്ട് സീറ്റ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾക്ക് തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് ഷോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ ഞങ്ങളോട് തന്നെ മത്സരിക്കാനായിട്ടാണ് നമ്മുടെ കൂടെ തന്നെയുള്ള ഞങ്ങളുടെ കൂടെ പിറപ്പ് ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയല്ല, നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ് കെന്ന. അതുള്ളതാണ് എപ്പോഴും എനിക്കാണെങ്കിലും കെന്നയ്ക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും വളരാനുള്ള ഒരു ഇത് തന്നെയാണ്. സോ അത് അങ്ങനെ തന്നെ പോട്ടെ. ഇനി ഈ കെന്ന ഷോയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കുറെ സർപ്രൈസ് ഫാക്ടേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇതിന്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ഒരു സീരിയസ് ജോണർ ആണോ അതോ ഫണ്ണാണോ അതോ എങ്ങനെയാ, ആ ഒരു മൂഡ് എങ്ങനെയാ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും കൊണ്ടുപോകണം. കാരണം ഒത്തിരി ഫണ്ണല്ല, എന്നാൽ ഒത്തിരി സീരിയസ് അല്ല, രണ്ടും കൂടെ ഒരു മിഡിൽ നിൽക്കുന്ന സ്റ്റേജിൽ അങ്ങനെ കൊണ്ടുപോകാനാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. ഇനി എടുക്കുമ്പോ ഇപ്പൊ ഓരോരുത്തരുടെ വൈബ് അനുസരിച്ചും കൂടി ഇരിക്കൂല്ലോ. ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് എങ്ങനെയാണോ ആ ഒരു വൈബ് കിട്ടണേ അതിനനുസരിച്ചായിരിക്കുമല്ലോ ആ ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ പോണം. ചിലപ്പോൾ ഒരുപാട് ഫണ്ണാകാം, ചിലപ്പം കുറച്ച് സീരിയസ് ആവാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോണർന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല.
എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ജോണർ അപ്പൊ തന്നെ. ഭയങ്കര ബ്രില്യന്റ് ആണ് കെന്ന. വന്നിരിക്കുന്ന ആർട്ടിസ്റ്റിന്റെ ഇത് മൂഡ് മനസ്സിലാക്കി എന്നാലും ഷാജി പാപ്പിനെ കിട്ടിയ ആളെ കൊള്ളാം. ഓക്കെ, പിന്നെ കെന്ന പറയുന്ന ഈ പ്രൊമോഷൻ സമയത്തൊക്കെ കെന്ന പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. പറയാത്ത കഥകൾ ഞാൻ ആർട്ടിസ്റ്റുകളെ കൊണ്ട് പറയിപ്പിക്കും. എന്തൊക്കെ ഒരു ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ട് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് കെന്ന അത് പ്രൊമോഷനിലെല്ലാം ഞാൻ പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നത്. അത് ഭയങ്കര റിസ്കി ആയിട്ട് തോന്നുന്നില്ലേ? അല്ലെങ്കിൽ ഇതുവരേക്കും നമ്മുടെ ഇപ്പൊ ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരും വന്നാലും എല്ലാവരും ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അവരൊക്കെ പറയണ്ട എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കെന്ന എങ്ങനെയാണ് അത് അവരെ കൊണ്ട് റിവീൽ ചെയ്യിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വിചാരിച്ചു വെച്ചാൽ ഞാനിങ്ങനെ കുത്തി ഇറിറ്റേറ്റഡ് ആയിട്ട് അങ്ങനെ ചോദിക്കാന്നല്ല. ഇപ്പൊ പൊതുവേ ഇപ്പൊ വരുന്ന ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഇന്റർവ്യൂസും ചാനൽസിലൂടെ ഒക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ഒന്ന് പ്രസന്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ തന്നെ അവർ പറയാത്ത കാര്യങ്ങളുണ്ടാവല്ലോ, നല്ലതും ആകാം, ഇപ്പൊ അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കാന്നാണ്. അല്ലാതെ എല്ലാവരുടെയും എല്ലാ ഇന്റർവ്യൂസും ഇരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ടോ? ഞാൻ ഇപ്പൊ ഒരു കുറച്ച് ഗ്യാപ്പ് ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റീസ്റ്റാർട്ട് ചെയ്തു. കല്യാണ തിരക്കിലൊക്കെ വിട്ടുപോയി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും എല്ലാം. കാരണം ഇങ്ങനെ ഒരു ഇതായിട്ടാണെങ്കിൽ ഇരുന്ന് കണ്ട് എല്ലാ രീതിയിലും പ്ലാൻ ചെയ്ത് ഓരോന്നും ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ ഇപ്പൊ റെഡി ആണല്ലോ. ഇനി നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ തിരിതെളിയാൻ പോവുകയാണ്. എത്ര മണിക്കാണ് ഷൂട്ട് ചെയ്യാൻ പോണത്? 9 AM എന്നാണ് ടൈം കിട്ടിയേക്കുന്നത്. 9 AM. ഓക്കെ, അപ്പൊ നിങ്ങള് എന്താ പറയാ, നമ്മളെ ഈ നാടകം ഉടൻ തുടങ്ങുന്ന 3ാമത്തെ ബെൽ, 2ാമത്തെ ബെല്ലിൽ ഞങ്ങൾ കുറച്ച് ടെൻഷൻ എടുപ്പിക്കട്ടെ. കാരണം ഞങ്ങള് കുറെ നാളായിട്ട് ഇവിടെ ഇരുന്ന് ദേ വരാൻ പോണു, ദേ വരണു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി എന്തായാലും ഇത്രയുമായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ തിരി തെളിയിക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും ഗസ്റ്റ് ആരാന്ന് പേര് പറയണ്ട, പക്ഷേ ആരാണെന്ന് ഒരു ചെറുതായിട്ടൊരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് തരും. അത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. എന്നാലും ഒരു താര കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ താര കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഇവിടെ എത്താൻ പോണത്. കെന്ന ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇവിടെ എത്താൻ പോണത്. അപ്പൊ അതാരായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു കെന്ന. ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ കെന്ന ഷോ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.